രാജവംശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. സാധുക്കളായ കുടിയാന്മാരിൽ നിന്നും മറ്റു പാട്ടക്കർഷകരിൽ നിന്നും വൻ പങ്ക് വസൂലാക്കി സുഖിച്ച് ജീവിച്ച ജന്മിപ്രതാപങ്ങൾക്ക് പഴശ്ശിയുടെ വരവ് തിരിച്ചടിയായി. പ്രതാപം നഷ്ടപ്പെട്ട ജന്മിമാർ പഴശ്ശിക്കെതിരെ ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിക്കുകയും പഴശ്ശിയുമായി ബ്രിട്ടീഷുകാർ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ മലബാർ മേഖലയെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തപ്പോൾ ബ്രിട്ടീഷുകാർ കോട്ടയത്തെയും പഴശ്ശിരാജയും മറന്നു. ബ്രിട്ടീഷുകാരുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകൾ മൂലം പഴശ്ശിയും സംഘവും വയനാടൻ കാടുകളിൽ സ്ഥാനമുറപ്പിച്ചു. പഴശ്ശിയെ പിടിക്കാൻ വെല്ലസ്ലി പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ വയനാടിന് കുറുകെ റോഡുകൾ നിർമ്മിക്കുകയും കോട്ടകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആയിരത്തി 1802 പഴശ്ശിയുടെ സൈന്യം ബ്രിട്ടീഷ് സേനയുടെ കയ്യിൽ നിന്നും പനമരം കോട്ട പിടിച്ചെടുത്തു. പഴശ്ശിയെ തളയ്ക്കാൻ മലബാറിലെ കോൽക്കാർ എന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കുകയും പഴശ്ശിയുടെ സൈന്യത്തിൻ്റെ ഫലമായിരുന്ന പടനായകന്മാരെ വകവരുത്തുകയും ചെയ്തു. തലക്കൽ ചന്തു കൊല്ലപ്പെട്ടതോടെ പഴശ്ശിയുടെ സൈന്യത്തിൻ്റെ ബലം കുറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ മരണം വരെ പോരാടാൻ പഴശ്ശി തീരുമാനിച്ചു. എടച്ചേന കുങ്കൻ്റെ നേതൃത്വത്തിൽ കുറിച്യരെയും കുറുമരെയും കൂട്ടി വലിയൊരു യുദ്ധത്തിന് പഴശ്ശി തയ്യാറായി. ആയിരത്തി 1805 നവംബർ 30 ബാബറുടെ നേതൃത്വത്തിലുള്ള സൈന്യവുമായി വയനാടൻ കാടുകളിൽ വെച്ച് പഴശ്ശിയുടെ സൈന്യം ഏറ്റുമുട്ടുകയും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് പഴശ്ശി വീരമൃത്യു വരിക്കുകയും ചെയ്തു. ജനറൽ ബാബറുടെ പല്ലക്കിൽ പഴശ്ശിയുടെ ഭൗതിക ശരീരം മാനന്തവാടിയിലേക്ക് കൊണ്ടുവരികയും എല്ലാ ആചാര ബഹുമതികളോടും കൂടെ അവിടെ സംസ്കരിക്കുകയും ചെയ്തു. കേരളവർമ്മ പഴശ്ശിരാജ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു.